അപ്പോൾ നമ്മൾ നനകിഴങ്ങ് അല്ലെ ചെറുകിഴങ്ങ് നടുന്നതിന് ആവശ്യമായിട്ട് ഒരു തടം എടുത്തിട്ടുണ്ട്. അതിൽ ചെറുതായിട്ട് ഇതുപോലെ മണ്ണ് കൂമ്പൽ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് ഒത്തിരി വലിയ കുഴിയും അല്ലെങ്കിൽ അത്രയും വലിയ തടമൊന്നും ആവശ്യമില്ല. നമ്മൾ ആ ഒരു രീതിയിൽ ചെറുതായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. വീഡിയോയിൽ എത്രത്തോളം വലുതായിട്ടോ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണുമെന്ന് എനിക്കറിയില്ല. നല്ലത് സാധനം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നനകിഴങ്ങെന്ന് പറയുന്നത്. ഇതാണ് നടുന്നതും ഭാഗവും ഇത് തന്നെയാണ് കേട്ടോ. ഉപയോഗം ഇപ്പോൾ കറൻ്റ് ഉള്ള ഏക ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ കാച്ചിൽ ചേനയൊക്കെ പുഴുങ്ങി തിന്നുന്ന പോലെ തന്നെ പുഴുങ്ങി മറ്റുള്ളവയുടെ കൂടെ അല്ലെങ്കിൽ ഇത് ഒറ്റയ്ക്കോ കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇതേപോലെ നമ്മളൊരു തടം എടുത്ത് സെൻറ്ററിൽ മണ്ണ് കൂട്ടിയിട്ട് അതിലേക്കൊരു ചെറിയ കുഴി കുത്തിയിട്ട് അവിടെ കാണുന്ന ഈ നമ്മുടെ കിഴങ്ങ് നടുന്നത്. ഇതിപ്പോൾ കിളുത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കിളുക്കാതെ തന്നെ ചെറിയ മുളപ്പോട് വന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് നടാവുന്നതാണ്. അപ്പോൾ നമ്മൾ നടിയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം വളവും കാര്യങ്ങളും കൊടുക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ നമുക്ക് അടിവളമായിട്ടുള്ള ജൈവവളം എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മളൊരല്പം എല്ലുപൊടി ഇടുന്നു. കണ്ണൂരിൽ കരിയില ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ മണ്ണടിപ്പിച്ച് കൊടുക്കണം എന്നുള്ളതാണ് പരിപാടി. അതിനുശേഷം ഇതുപോലെ വള്ളി വീശി തുടങ്ങുമ്പോൾ നമ്മൾ താങ്ങ് ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ കയറിൽ കൂടി ഇതിനെ പടത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും അടുത്തുള്ള ചെറിയ മരത്തിലേക്ക് കയറ്റി വിടുകയോ ആണ് ചെയ്യേണ്ടത് പ്രധാനമായിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കാച്ചിലൊക്കെ വലത്തോട്ട് ചുറ്റി കയറുമ്പം ഇതാണെങ്കിൽ ഇടത്തോട്ടാണ് ചുറ്റി കയറുന്നത്. അപ്പോൾ അത് കമ്പ് നാട്ടിയതിന് ശേഷം നമ്മൾ ഇടത്തോട്ട് ചെയ്തിട്ട് വേണം ഇതിനെ ചുറ്റിയെടുക്കാൻ. അപ്പോൾ അതേണ്ട നമ്മൾ നട്ടതിന് ശേഷം തലപ്പ് വന്നായതുകൊണ്ട് തന്നെ നമ്മൾ കമ്പ് ഷാർപ്പ് ചെയ്ത് ഒരു സൈഡ് ഷാർപ്പ് ചെയ്ത് വെച്ച് ഇതേപോലെ കുത്തിയിട്ടുണ്ട്. നല്ല നീളത്തിലുള്ള കമ്പുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇത് അടന്നിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം അങ്ങ് പെറുക്കാം. ആഹാ, കൊള്ളാമല്ലോ ഈ പ്രാവശ്യത്തെ വിളവ്. നല്ല ഗമണ്ടൻ കിഴങ്ങുകളാണ്. ഇതാ നമ്മൾ ഇത് നേരത്തെ ഉണ്ടായിരുന്നത് കിളച്ചു. ഇതിപ്പം ബാക്കി ഉണ്ടായിരുന്നതാണ് ഇപ്പം കിളയ്ക്കുന്നത്. കണ്ടില്ലേ, രണ്ട് മൂടേ കളിച്ചിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ ചെറുകിഴങ്ങ്. 2 മൂട് കളിച്ചിട്ടുണ്ട്. ഈ 2 മൂടും കൂടെ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഓരോ കിഴങ്ങിൻ്റെ വലിപ്പം കണ്ടില്ലേ, നല്ല തരക്കേടില്ലാത്ത വിളവുള്ള മൂടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിലും മെച്ചമായിട്ട് നമുക്ക് വേണമെങ്കിൽ കൃഷി ചെയ്യാം. നല്ല വിളവിൽ കാലാവസ്ഥയും നമ്മൾ ചെയ്യുന്നതിൻ്റെ അനുസരിച്ചിരിക്കും. അതാണ് നമ്മുടെ ഇതിനൊക്കെയുള്ള പ്രത്യേകത. ആരോഗ്യവും സമയം ഉണ്ടെങ്കിൽ കൃഷി എന്ന് പറയുന്നത് വലിയ ആനന്ദകരമാണ്. കൃഷിക്കകത്ത് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അതുപോലെ ഇതുമായിട്ട് ലയിച്ച് ചേർന്നിട്ട് നമുക്ക് വളരെ ആനന്ദം നൽകുന്ന ഒരു ഇതാണ്